മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദൈവികാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. തിരുസഭ ഇന്ന് തിരുക്കുടുംബത്തിന്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. പരിശുദ്ധ അമ്മയും യൗസേപ്പിതാവും ഈശോയും ഉള്ള നസ്രത്തിലെ കുടുംബം തിരുക്കുടുംബമാണ്. ആ കുടുംബം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ മാതൃകയായി തീരണമെന്ന് ഈശോനാഥൻ നമ്മെ ഓരോരുത്തരെയും ഈ ദിവസം ഓർമ്മിപ്പിക്കുക. നമ്മുടെ കുടുംബത്തിന്റെ മാതൃക തിരുക്കുടുംബമാണ്. മറ്റൊരു കുടുംബത്തെയും നോക്കിയിട്ടല്ല നമ്മുടെ കുടുംബജീവിതം വളർത്തിയെടുക്കേണ്ടത്. നമ്മുടെ അയൽവക്കത്തുള്ള കുടുംബത്തെ നോക്കിയിട്ടോ, നമ്മുടെ ബന്ധുക്കളുടെ കുടുംബത്തെ നോക്കിയിട്ടോ, അല്ലെങ്കിൽ ഒത്തിരി പണമുള്ളവരുടെ കുടുംബത്തെ നോക്കിയിട്ടോ, അധികാരമുള്ളവരുടെ കുടുംബത്തെ നോക്കിയിട്ടോ അല്ല നമ്മുടെ കുടുംബത്തെ നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തെ വളർത്തിയെടുക്കേണ്ടത് എങ്ങനെയെന്നറിയാനായിട്ട് നോക്കേണ്ട കുടുംബം തിരുക്കുടുംബമാണ്. നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ നിന്ന് പഠിക്കാനായിട്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പരസ്പരം ബഹുമാനിച്ചും പരസ്പരം സ്നേഹിച്ചും അംഗീകരിച്ചും കടന്നു പോകുന്ന ഒരു കുടുംബമാണ് തിരുക്കുടുംബം. ആ കുടുംബത്തിൽ നിന്ന് സ്നേഹവും കൂട്ടായ്മയും പ്രാർത്ഥനയും വിശുദ്ധ പുണ്യ ജീവിതവുമൊക്കെ എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ ഓരോരുത്തരും പഠിക്കണം. നമ്മുടെ കുടുംബം തിരുക്കുടുംബത്തിലേക്ക് നോക്കണം എപ്പോഴും. പ്രിയപ്പെട്ടവരെ, നസ്രത്തിലെ കുടുംബത്തിലേക്ക് നോക്കിയാല് മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിച്ച ഈശോനാഥൻ യൗസേപ്പിതാവിനും മാതാവിനും വിധേയപ്പെട്ട് ജീവിച്ചു. അവിടുന്ന് പിതാവായ ദൈവത്തിന്റെ പുത്രനാണ്, ദൈവം തന്നെയാണ്. ദൈവം തന്നെയായ ഈശോ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് ഒരു കുടുംബത്തിൽ ജീവിതം ആരംഭിച്ചപ്പോൾ ആ കുടുംബത്തിലെ മാതാപിതാക്കളെ, അപ്പനെയും അമ്മയെയും യൗസേപ്പിതാവിനെയും മറിയത്തെയും ബഹുമാനിച്ച് ജീവിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവർക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ യൗസേപ്പിതാവ് ആ കുടുംബത്തിന്റെ സംരക്ഷകനായിരുന്നു, പരിപാലകനായിരുന്നു. പ്രതിസന്ധികളില് ആ കുടുംബത്തെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് ദൈവത്തോട് ആലോചന നടത്തി ആ കുടുംബത്തെ സംരക്ഷിച്ചവനും പരിപാലിച്ചവനുമാണ് വിശുദ്ധ യൗസേപ്പിതാവ്. പ്രതിസന്ധികളിൽ അവൻ ഒരിക്കലും തളർന്നില്ല. പ്രതിസന്ധികളിൽ അവൻ ആ കുടുംബത്തെ വിട്ടുപോയില്ല. പ്രതിസന്ധികളില് ദൈവത്തിന്റെ വാക്കനുസരിച്ചുകൊണ്ട് ആ കുടുംബത്തെ ചേർത്ത് പിടിച്ച് ദൈവം നയിച്ച വഴിയിലൂടെ അവൻ നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പരിശുദ്ധ അമ്മ യൗസേപ്പിതാവിനെ, ആ ഉണ്ണീശോയെ മാനിച്ച് സ്നേഹിച്ച് പരിപാലിച്ച് കൊണ്ടു നടന്ന ഒരമ്മ. അമ്മയ്ക്ക് അഹങ്കരിക്കാൻ ഏറെയുണ്ടായിരുന്നു. ദൈവപുത്രന്റെ അമ്മയാണ് താനെന്ന് അവൾക്കറിയാം. ആ ദൈവപുത്രന്റെ അമ്മയായ അവള് യൗസേപ്പിതാവിനെ എന്തുമാത്രം ബഹുമാനിക്കുന്നത് നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതുപോലെ നമ്മുടെ കുടുംബത്തില് പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പരസ്പരം വളർത്തുകയും ചെയ്യുന്ന ഒരു രീതി വളർത്തിയെടുക്കണം. അതുപോലെ തന്നെ തിരുക്കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ വിശുദ്ധമായിട്ടുള്ള സകല കാര്യങ്ങളും ആ കുടുംബം അനുവർത്തിക്കും നമ്മൾ കാണുന്നുണ്ട്. പാരമ്പര്യമായിട്ട് വിശുദ്ധമായെന്ന് കരുതിയിരുന്ന കാര്യങ്ങൾ മുഴുവനും ആ കുടുംബം പാലിക്കുന്നുണ്ട്. തിരുനാളാഘോഷത്തിന് ആ കുടുംബം പോകുന്നതും ആ കുടുംബം ഒരുമിച്ച് യാത്ര ചെയ്യുന്നതും ഒക്കെ നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കുടുംബത്തില് വിശുദ്ധ കർമ്മങ്ങൾക്ക് നമ്മൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പാരമ്പര്യങ്ങളായിട്ട് പുണ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾക്ക് നമ്മൾ എന്തു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇന്ന് പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ചകളില് മാംസം ഉപേക്ഷിക്കുക, നോമ്പെടുക്കുക, പ്രാർത്ഥിക്കുക, ഒരു നേരം നോക്കുക, ഇന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്തു വിലയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങൾ എന്ത് വില ഇതിന് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മക്കൾക്ക് ഇന്ന് ഇങ്ങനെ പാരമ്പര്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? വിശുദ്ധമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനായിട്ട് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഇതൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കുടുംബങ്ങളിലെ തകർച്ചകളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് പാരമ്പര്യമായിട്ട് വിശുദ്ധമെന്ന് കരുതിയിരുന്ന കാര്യങ്ങളെയൊക്കെ കുടുംബങ്ങളിൽ വീണ്ടും കൊണ്ടുവരാനും അത് മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. തിരുക്കുടുംബം പഠിപ്പിക്കുന്നത് അതാ.
ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ഈ കുടുംബം എപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പരിശുദ്ധ അമ്മ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. അവളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായ നിമിഷം ദൈവത്തോട് ചേർന്ന് നിൽക്കുക. യോസേപ്പ് പിതാവ് ആ പ്രതിസന്ധിയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ഈശോ മിശിഹ 13-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ പിതാവിന്റെ അരികിലേക്ക് കടന്നു ചെല്ലുന്നത് നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുടുംബം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന കുടുംബമാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഈ ലോകത്തിലുള്ള കുടുംബത്തോടാണോ, ഈ ലോകത്തിലുള്ള സുഖങ്ങളോടാണോ നമ്മൾ ചേർന്ന് നിൽക്കുന്നത്, അതോ നമ്മുടെ കുടുംബം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ? നമ്മുടെ കുടുംബം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന കുടുംബമാകണം. പ്രിയപ്പെട്ടവരെ, തിരുക്കുടുംബത്തിലേക്ക് നോക്കാം. തിരുക്കുടുംബം നൽകുന്ന മാതൃക നമ്മുടെ കുടുംബത്തിൽ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കുടുംബങ്ങളും വിശുദ്ധമായ കുടുംബങ്ങളായി തീരട്ടെ. ഒരു നിമിഷം കരങ്ങളൊക്കെ ഒന്ന് കൂപ്പി പിടിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിന്റെ ഓരോ കാര്യങ്ങളെയും തിരുക്കുടുംബത്തിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, അവിടുത്തെ തിരുമുമ്പിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഓരോ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംഭവിക്കുന്ന ഓരോ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ കുടുംബങ്ങളിലേക്ക് കൃപയൊഴുകട്ടെ. ഇവരുടെ കുടുംബങ്ങളിലേക്ക് നന്മകൾ നിറയട്ടെ. ഇവരുടെ കുടുംബങ്ങളിൽ വിശുദ്ധി നിറയട്ടെ. ഇവരുടെ കുടുംബത്തില് പരസ്പര സ്നേഹവും ഐക്യവും നിറയട്ടെ. ഇവരുടെ കുടുംബങ്ങൾക്ക് ഉയർച്ച ലഭിക്കട്ടെ. കർത്താവേ, ഇവരുടെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധി, തിന്മകള്, കലഹം, ഭിന്നിപ്പ്, സ്നേഹമില്ലാത്ത അവസ്ഥകൾ, കൂട്ടായ്മയില്ലാത്ത അവസ്ഥകൾ, പ്രാർത്ഥനയില്ലാത്ത അവസ്ഥകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഈ ദിവ്യകാരുണ്യത്താൽ ബന്ധിച്ച് നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ കുടുംബത്തിൽ നിന്ന് ഇപ്പോൾ അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.